ആരോഗ്യം അമൂല്യം. കുട്ടികളിൽ കാണുന്ന ത്വക്ക് രോഗങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡെൻസി ജോർജ്. കുട്ടികളിൽ കാണപ്പെടുന്ന ത്വക്ക് രോഗങ്ങളിൽ ബാക്ടീരിയൽ രോഗങ്ങളും വൈറൽ രോഗങ്ങളും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടവയാണ് അലർജി മൂലമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ, ഫംഗസ് ബാധ കൊണ്ടുണ്ടാകുന്നവ, സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഇൻഫെക്ഷൻ മൂലമുള്ളവ, സ്കാബീസ്, ചൂടുകുരു, പേൻ ശല്യം മുതലായവ. അലർജി മൂലമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളിൽ പ്രധാനം അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അഥവാ എക്സീമ തന്നെയാണ്. 75% ആളുകളിലും ഇത് ഒരു പാരമ്പര്യ രോഗമായി കരുതപ്പെടുന്നു. പാരമ്പര്യ ഘടകങ്ങൾ ഉള്ളവരിൽ പാരിസ്ഥിതിക ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ എക്സീമ വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലാണ്. അലർജിക് ആയിട്ടുള്ള ആളുകളിൽ ഒന്നിൽ കൂടുതൽ അലർജി രോഗങ്ങളായ ആസ്തമ, തുമ്മൽ, അർട്ടിക്കേരിയ, എക്സീമ എന്നിവയെല്ലാം വരാൻ സാധ്യതയുണ്ട്. അറ്റോപിക് ഡെർമറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങാറുണ്ട്. കുട്ടികളിൽ സാധാരണയായി കവിളുകളിൽ തുടങ്ങി ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ചുവന്ന നല്ല ചൊറിച്ചിലുള്ള ചെറിയ കുരുക്കളോടുകൂടിയ തടിപ്പുകളാണ് ഉണ്ടാവാറ്. ചൊറിയുമ്പോൾ നഖം കൊണ്ട് മുറിവുണ്ടാവുകയും സെക്കൻഡറി ഇൻഫെക്ഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളിലും പ്രായപൂർത്തിയായാലും ഈ രോഗം വിട്ടുമാറാറില്ല. മിക്കവാറും രോഗികളിൽ രക്തത്തിൽ IgEയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. ചില സാധനങ്ങളോടോ ഭക്ഷണ സാധനങ്ങളോടോ പ്രത്യേകതരം പൂമ്പൊടിയോടോ ഒക്കെ അലർജി ഉള്ള ആളുകളോട് അവ ഒഴിവാക്കാൻ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഹോമിയോപ്പതി മരുന്നുകൾ തുടർച്ചയായി കഴിക്കുന്നത് മൂലം അവയോടുള്ള സെൻസിറ്റിവിറ്റി കുറയുകയും അലർജി വരുന്നത് തടയാൻ കഴിയുകയും ചെയ്യും. സോപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അത് ത്വക്കിനെ കൂടുതൽ ഡ്രൈ ആക്കുന്നു. കുളിക്കുന്നതിന് മുൻപ് വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ്. അലർജിയുള്ളവർ നോൺവെജ് ഐറ്റംസും ബേക്കറി ഐറ്റംസും പരമാവധി കുറയ്ക്കുക. അലർജി മൂലമുണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് അർട്ടിക്കേരിയ. ചുവന്ന് തടിച്ച് പല രൂപത്തിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ഒരു കലകളും അവശേഷിപ്പിക്കാതെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഇത്. പാലുൽപ്പന്നങ്ങൾ, ധാന്യങ്ങൾ, ചില പ്രത്യേകതരം ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, അമിതമായ ചൂട്, തണുപ്പ്, മാനസിക സമ്മർദ്ദം തുടങ്ങി എന്തും അർട്ടിക്കേരിയയ്ക്ക് കാരണമാകുന്നു. ഹോമിയോ മരുന്നുകൾ കഴിക്കുന്നത് മൂലം ശരീരത്തിൻ്റെ അലർജി പ്രകൃതം കുറയുകയും മുൻപ് അലർജി ഉണ്ടാക്കിയിരുന്ന വസ്തുക്കൾ പോലും ശരീരത്തിന് ഹാനികരമല്ലാതാവുകയും ചെയ്യുന്നു. കുട്ടികളിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് ചുണങ്ങ്. ചെറിയ നിറം മങ്ങിയതോ കറുത്തതോ ആയ പുള്ളികളായി ഇത് കാണപ്പെടുന്നു. ഏറെക്കുറെ ചുണങ്ങിനോട് സാമ്യമുള്ളതും കുട്ടികൾക്ക് മാത്രം വരുന്നതുമായ പിട്രിയാസിസ് ആൽബ മുഖത്താണ് പലപ്പോഴും കാണുക. എക്സീമയുടെ ഒരു ചെറിയ വകഭേദമായും ഇത് പറയപ്പെടുന്നു. പിട്രിയാസിസ് ആൽബയുള്ള 87% ആളുകളിലും വൈറ്റമിൻ ഡിയുടെ കുറവ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. കൗമാരപ്രായമാകുമ്പോഴേക്കും ഇത് അപ്രത്യക്ഷമാവാറുണ്ട്. പുഴുക്കടി അഥവാ റിംഗ് വേം ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. തൊലിപ്പുറമെ വട്ടത്തിൽ കാണപ്പെടുന്നതുകൊണ്ട് വട്ടച്ചൊറി എന്നും അറിയപ്പെടുന്നു. പൊതുവെ തൊലിയുടെ മടക്കുകളിലാണ് ഇത് കാണപ്പെടുന്നത്. കുട്ടികളിൽ കൂടുതലായും തലയിലും തുടയടുക്കിലുമെല്ലാം കാണപ്പെടുന്നു. പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഇത് വരാം. സമയത്തിനുള്ള ആഹാരവും കൃത്യമായ ഉറക്കവും വ്യക്തി ശുചിത്വവും പാലിക്കുകയും വൈറ്റമിൻ്റെ കുറവ് പരിഹരിക്കുകയും ചെയ്താൽ മിക്കവാറും എല്ലാ ത്വക്ക് രോഗങ്ങളും പരിഹരിക്കപ്പെടാറുണ്ട്. കുട്ടികളിൽ കാണുന്ന ത്വക്ക് രോഗങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡെൻസി ജോർജ്.